തിരുവനന്തപുരം വെമ്പായം ബാറിലെ അക്രമ സംഭവത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അനീഷാണ് മരിച്ചത്. അക്രമത്തിന്റെ ഭാഗമായി തീയിട്ടതിനെ തുടർന്ന് പൊള്ളലേറ്റ നവാസ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, പറയൂ വിവരങ്ങൾ. നീലിമ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9:30 കൂടിയാണ് വെമ്പായത്തെ ബാറിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്ത് സുഹൃത്തുക്കളായിരുന്നു അതായത് ഇന്ന് മരിച്ച അനീഷ് ഒപ്പം കഴിഞ്ഞ ദിവസം മരിച്ച നവാസ് അടക്കമുള്ള സംഘങ്ങൾ കഴിഞ്ഞ 9:30 ഞായറാഴ്ച 9:30 ബാറിലെത്തുകയും തുടർന്ന് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം മൂലം ഈ മരിച്ച നന്നാട്ടുകാവ് സ്വദേശിയായ അനീഷ് പുറത്തേക്ക് പോകുകയും പെട്രോളുമായി മടങ്ങി വരികയും അതിനോടൊപ്പം തന്നെ സുഹൃത്തുക്കളായ നവാസ്, നൌഫൽ, റിയാസ് എന്നിവർക്ക് ശരീരത്തിലേക്ക് ഈ പെട്രോൾ ഒഴിക്കുകയും ചെയ്തു. തുടർന്ന് തീ കൊളുത്തുകയുമായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഗുരുതരമായി പരിക്കേറ്റ നിലവിൽ നവാസ് കഴിഞ്ഞ ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. 80% പൊള്ളലേറ്റ് ഈ അക്രമത്തിന് അല്ലെങ്കിൽ ഈ ഒരു തീ കൊളുത്തിയ നിലവിൽ അനീഷ്, നന്നാട്ടുകാവ് സ്വദേശി അനീഷ് 80% പൊള്ളലോടുകൂടി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ അനീഷിൻ്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഇവരുടെ സുഹൃത്തുക്കളായ നൌഫൽ, റിയാസ് തുടങ്ങിയവർ 60%-ഓളം പൊള്ളലോട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. തുടക്കത്തിൽ ഇത് വധശ്രമത്തിനായിരുന്നു പോലീസ് നിലവിൽ കേസെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടുപേരുടെ മരണത്തോടുകൂടി ഇപ്പോൾ കൊലപാതകത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നീലിമ. ശരി ശ്യാം.